അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീഅത്തുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തസവുഫ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിജ്ഞാന ശാഖകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തസവുഫ്. പക്ഷേ തസവുഫിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ, അറിവില്ലാതെ അതിൽ പെട്ടുപോകുന്നവരും ബോധപൂർവം അതിലേക്ക് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നവരും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. കുരുവട്ടൂരിയൻ വ്യാജന്മാരടക്കമുള്ള കള്ളത്തൊരീഖത്തുകാർ ജനങ്ങളെ അത്തരത്തിൽ പിഴപ്പിക്കുന്നവരാണ്. എന്താണ് തസവുഫ് എന്നതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാതെ, ആവശ്യമായ പരിജ്ഞാനമില്ലാതെ മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഇത്തരം കക്ഷികൾ പാവപ്പെട്ട വിശ്വാസികളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പർവ്വത സമാനരായ നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ പരന്ന വിജ്ഞാനം വെച്ച് സംസാരിക്കുകയും മഹാന്മാരായ അയിമ്മത്തുകൾ എഴുതി വച്ച ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവർ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ വിഡ്ഢികളായ ഈ വ്യാജന്മാർ അവരാ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയാണ്. കുരുവട്ടൂരിയൻ വ്യാജന്മാരായ നൗഷാദും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു കക്ഷികളുമൊക്കെ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി നടത്തിയ സംസാരം നമ്മൾ ശ്രദ്ധിച്ചു. 10-12 കൊല്ലമായി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ മുഴുവനും ചീത്ത വിളിച്ച് ആക്ഷേപിച്ച് മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാചിൻ്റെ കൂടെ ചേർന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞ് അവിടുത്തെ ആണ്ട് എന്ന പേരിൽ ഈ വ്യാജന്മാർ അവർ നടത്തുന്ന റെഡിമെയ്ഡ് പരിപാടികളുണ്ട്. വിശ്വാസികളാരും അവരുടെ പരിപാടിയിലേക്ക് പോകൂല. എന്നാൽ ചില സാധുക്കൾ തെറ്റിദ്ധരിച്ച് അവിടെ പോയി പെട്ടുപോയവരുണ്ട്. ഈ വ്യാജന്മാരായ ആളുകൾ അവർ തന്നെ കൊണ്ടുവരുന്ന സദസ്സ്, അവർ തന്നെ കൊണ്ടുവരുന്ന മൈക്ക് സെറ്റ്, മറ്റു പരിപാടികളൊക്കെ അങ്ങനെയുള്ള റെഡിമെയ്ഡ് പരിപാടികളാണ് ഈ 10-12 കൊല്ലമായിട്ട് അവർ നടത്തുന്നത്. അതിലപ്പുറം കടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വിശ്വാസികളുടെ മനസ്സിലേക്ക് ഇത്തരം വ്യാജന്മാർക്ക് സ്ഥാനവും ഉണ്ടാവുകയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മഹത്തായ പ്രസ്ഥാനം SSF നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് സെൻസോറിയം. കഴിഞ്ഞ സെൻസോറിയം നടന്നു. തസവുഫിനെ കുറിച്ച് വളരെ കൃത്യമായ വിശദീകരണം നമ്മുടെ ആധികാരിക പണ്ഡിതന്മാർ നടത്തി. എന്നാൽ ആ പണ്ഡിതന്മാരുടെ വിശകലനം പോലും കൃത്യമായി ഗ്രഹിക്കാൻ കഴിയാത്ത ഈ വിഡ്ഢികൾ, കുരുവട്ടൂരിയൻ നൗഷാദ് അടക്കമുള്ള ഈ വിഡ്ഢികൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട വളവട്ടൂർ നാസർ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം കട്ടെടുത്ത് അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ കുരുവട്ടൂരിയൻ നൗഷാദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മുഴുവനായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. കളവും വഞ്ചനയും മാത്രമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ഉസ്താദുമാരുടെ കുരുത്തക്കേടും വാങ്ങി തെറിച്ചു പോയപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ദുര്യോഗം അങ്ങനെയാണ്. എന്താണ് ഉസ്താദിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. റൂട്ട് അത് സാലിമായ റൂട്ട്. ഈ റൂട്ട് തന്നെ പോയാൽ സ്വർഗത്തിലെത്താൻ പറ്റും. തസവുഫ് ഇല്ലാതിരുന്നാൽ ഓൻ്റെ ഈമാൻ ശരിയാവൂല. തസവുഫ് എന്ന് പറഞ്ഞാൽ ശൈഖില്ലാതിരുന്നാൽ, ഈ തസവുഫിൻ്റെ മാർഗത്തിലുള്ള ഒരു മുറബിയായ ശൈഖില്ലാഞ്ഞാൽ അവരുടെ ഈമാൻ ശരിയാവൂല.
അവർ പഴച്ചു പോകും എന്ന് പ്രചരിപ്പിക്കുന്നു ഈ വിധം ആളുകൾ. ശരിയല്ല പറഞ്ഞത്. അത് ആ റൂട്ടിൽ കടന്ന ആളുകൾ, സുലൂക്കിൻ്റെ ആളുകൾ, അവർക്കൊരു ഗൈഡില്ല, ഞാൻ പഴച്ചു പോകും. നമ്മളെ ഉസ്താദന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ തരീഖിലൂടെ ആ ലാഹിറു ശരീഅത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിപ്പോയാൽ നജാത്തിൻ്റെ അഹലുകാരാകും. നീ നമുക്ക് ഒന്നുകൂടി അവലോകനം ചെയ്യാനൊന്നുമില്ല. അത് താങ്കളുടെ അറിവുകേടാണ്. താങ്കൾ ദീന് പഠിക്കാത്തതിൻ്റെ കുറവാണ്. എന്താണ് ഉസ്താദ് അവറുകൾ പറഞ്ഞത്? അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശരിയായ വിശ്വാസവും തസവുഫിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ അറിവുമാണ് ഉസ്താദിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് കിട്ടിയത്. എന്താണ് പറഞ്ഞത്? പറഞ്ഞത് ഇതുപോലുള്ള വ്യാജന്മാരായ ആളുകൾ വന്ന് ആളുകളെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ഈമാൻ നശിപ്പിച്ച് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി പിശാചിനോട് ചേർന്നുകൊണ്ട് അവർ നടത്തുന്നത് എങ്ങനെയാണ്? ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല, അവരെ തർബിയത്ത് ചെയ്യുന്ന ഒരു ഷെയ്ഖില്ലാതെ ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല എന്ന് തട്ടിവിടും. എന്നിട്ട് പറയും, ഞങ്ങളുടെ ഈ വ്യാജനായ ഈ മൗലവി, ഇപ്പൊ കുരുവട്ടൂരിയൻ വ്യാജനായ അബ്ദുള്ള മൗലവി ഉണ്ടല്ലോ, അങ്ങനെയുള്ള വ്യാജന്മാരായ കള്ളന്മാർ, കള്ളം പറയുന്നവർ, അവർ മുറബിയായ ഷെയ്ഖാണ് എന്ന് സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ കൂടെ കൂട്ടി അവരുടെ സമ്പത്ത് കവർന്നെടുത്ത് അവരുടെ ദീന് കവർന്നെടുത്ത് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ, പ്രചരണത്തിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മഹാന്മാരായ നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ചു എന്താണ് തസവുഫ്. എന്താണ് തസവുഫ്? അത് മനസ്സിലാക്കാത്ത, അത് പഠിക്കാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ ഇവർ മഹാന്മാരായ ഔലിയാക്കളുടെ ചില പദങ്ങൾ എടുത്ത് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തസവുഫിലേക്ക് കടക്കുമ്പോൾ ആ തസവുഫിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മഹാന്മാരായ ഇമാമുകൾ ഉപയോഗിച്ച സാങ്കേതിക പദങ്ങൾ, ഇസ്തിലാഹാത്തുകൾ അറിയാത്തവർ ആ ഗ്രന്ഥം പാരായണം ചെയ്യൽ ഹറാമാണെന്ന് വരെ നമ്മുടെ ഫുഖഹാ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം സാങ്കേതിക പദങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഈ കുരുവട്ടൂരിയൻ നൗഷാദും ടീമും അദ്ദേഹത്തിൻ്റെ ആ കള്ള ഷെയ്ഖും ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഷെയ്ഖ് എന്ന ഒരു പദം? തസവുഫിൽ വ്യാപകമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പദമാണ്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഷെയ്ഖു തഅലീം എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഷെയ്ഖു തബറുക്കുണ്ട്, ഷെയ്ഖു തർബിയത്തുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ ഷെയ്ഖ് എന്ന പദം തസവുഫിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിൻ്റെയൊക്കെയും ഉദ്ദേശങ്ങൾ വ്യത്യസ്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ഖു തഅലീം എന്ന് പറഞ്ഞാൽ നമ്മെ അറിവ് പഠിപ്പിക്കുന്ന നമ്മുടെ ഗുരുവര്യന്മാർ, അത് ഷെയ്ഖു തഅലീമാണ്. എന്നാൽ ഷെയ്ഖു തബറുക്കുണ്ട്. തബറുക്കിന് അർഹരായ നമ്മുടെ വലിയ വലിയ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, മഹാന്മാർ, അവർ ഷെയ്ഖു തബറുക്കാണ്. സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ നമ്മുടെ തബറുക്കിൻ്റെ ഷെയ്ഖാണ്. റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ തബറുക്കിൻ്റെ ഷെയ്ഖാണ്. അവരുടെയൊക്കെയും ഗുരുവര്യരായ ബഹറുൽ ഉലൂം ഷെയ്ഖുന വക്കി ഉസ്താദ്, അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, തബറുക്കിൻ്റെ ഷെയ്ഖാണ്. ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്. അങ്ങനെ നമുക്ക് ആ നിര നീണ്ട നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള തബറുക്കിൻ്റെ ഷെയ്ഖന്മാരുണ്ട്. ഈ തബറുക്കിൻ്റെ ഷെയ്ഖന്മാർ, അവരെ സമീപിച്ച് ദിക്ർ വാങ്ങലും അവരെ കൊണ്ട് ബറക്കത്തെടുക്കലും അത് ആർക്കും നേടാവുന്നതാണ്. അതാണ് ഏത് മനുഷ്യനും ഒരു ഷെയ്ഖ് വേണം, കച്ചവടക്കാർക്ക് ഷെയ്ഖ് വേണം, കർഷകന് ഷെയ്ഖ് വേണം, അവർക്ക് തസവുഫ് വേണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഒരു മനുഷ്യനും അവനെ പഠിപ്പിക്കുന്ന ഒരു ഗുരുവര്യരില്ലാതെ അവർക്ക് ഇസ്ലാം പഠിക്കാൻ കഴിയില്ല.
അപ്പോൾ ഷെയ്ഖു തഅലീം, ഏത് മനുഷ്യനും ഷെയ്ഖ് വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഷെയ്ഖു തഅലീം വേണം. തബറുക്ക് കിട്ടണമെങ്കിൽ ഷെയ്ഖു തബറുക്ക് വേണം. അതേ സമയത്ത് ഷെയ്ഖു തർബിയ എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമിൽ അല്ല. പിന്നെയോ അത് ആർക്കുള്ളതാണ്? അതാണ് ബഹുമാനപ്പെട്ട ഒളവട്ടൂർ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഈ തെർബിയത്തിന്റെ ഷെയ്ഖ് എന്നത് അത് എല്ലാവർക്കും വേണമെന്നില്ല. തെർബിയത്തിന്റെ ഷെയ്ഖ് ഇല്ലാത്തവരൊന്നും അവരുടെ ഈമാൻ പൂർണ്ണ ആയവരല്ല, അവരൊന്നും നജാത്തിന്റെ അഹ്ലുകാരല്ല, അവർക്കൊന്നും സ്വർഗത്തിലെത്താൻ കഴിയൂല എന്ന ഒരു വാദം ഉന്നയിക്കുന്നത് ശരിയല്ല. അത് വ്യാജന്മാരായ കള്ളത്വരീഖത്തിന്റെ വക്താക്കൾ പറയുന്നതാണ്. അതേ സമയത്ത് തബറുക്കിന്റെ മശായിഖന്മാരായ നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരുടെ മാർഗത്തിൽ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും, നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും, യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട് ഷെയ്ഖു തബറുക്കിനെ കുറിച്ച്. അവിടുത്തെ ഫതാവൽ ഹദീസിൽ പറയുന്നുണ്ട്, ആ ഷെയ്ഖു തബറുക്ക് ആർക്കും ഏത് തബറുക്കിന്റെ യോഗ്യരായ ആളുകളെയും സമീപിച്ച് അവർക്ക് അവരിൽ നിന്നും ദിക്ർ വാങ്ങാം, ഇജാസത്തുകൾ വാങ്ങാം, അങ്ങനെ അവരുടെ ആത്മീയ പദവി അവർക്ക് വർദ്ധിപ്പിക്കാം, അതാർക്കും നേടാം. എന്നാൽ തർബിയത്തിന്റെ ഷെയ്ഖ് എന്നത് അത് എല്ലാവർക്കും നേടാൻ പറ്റുന്നതല്ല. പിന്നെയോ അത് ആത്മീയതയിലേക്ക്, ആത്മീയ പദവികളിലേക്ക് ഉയർന്ന ആളുകൾ, അതാണ് ഒളവട്ടൂർ ഉസ്താദ് സാലിക്കായ ആളുകൾ എന്ന് പറഞ്ഞത്. സാലിക്കീങ്ങൾ, മുരീദുകൾ, അവർ ത്വരീഖത്തിന്റെ ആത്മീയതയുടെ ഉയർന്ന വഴിയിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ നിന്നും അവർക്ക് വ്യതിചലനം സംഭവിക്കാതെ ഉന്നതങ്ങളിലേക്ക് അവർക്ക് വഴിപിഴക്കാതെ പോകാൻ, അവരെ നയിക്കാൻ ഒരു തർബിയത്തിന്റെ ഷെയ്ഖ് വേണം. അത് അത്തരം സാലിക്കീങ്ങളായ ആളുകൾക്കുള്ളതാണ്, അത് സാധാരണക്കാരായ ആളുകൾക്കുള്ളതല്ല. അപ്പം ഞങ്ങൾ അത് മൗലവി ചോദിക്കുന്നത്, എല്ലാവർക്കും സാലിക്കാവണ്ടേ? എല്ലാവർക്കും സാലിക്കാവണ്ടേ? അപ്പം ഈ പാവപ്പെട്ട ആളുകൾ, മുന്നിലിരിക്കുന്ന ആ സാധാരണക്കാരായ ആളുകൾ, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവരാണ്. അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ വിഡ്ഢിയായ മൗലവി ചെയ്യുന്നത്. ആരാണ് മുരീദ്, മുരീദിന് വേണ്ട യോഗ്യത എന്താണ് എന്ന് ഞാൻ ശേഷം പറയുന്നുണ്ട്. എല്ലാവർക്കും ഓടിച്ചെന്നിട്ട് മുരീദാകാൻ പറ്റൂല. കുരുവട്ടൂരിയൻ വ്യാജന്മാർ ചെയ്യുന്നത് പോലെ ഒരു സങ്കേതം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു വ്യാജ മൗലവി കടന്നിരുന്ന് ഞാൻ മുറബിയായ ഷെയ്ഖാണെന്ന് വാദിച്ചാൽ അവിടെ കടന്നു വരുന്ന ഏത് സാധാരണക്കാരനും മുരീദാവുക, ഇയാള് മുറബിയായ ഷെയ്ഖാവുക, അത് ഇസ്ലാമിൽ പറഞ്ഞതല്ല. ഇസ്ലാം പറയുന്ന തർബിയത്തിന്റെ ഷെയ്ഖാകാൻ യോഗ്യതകളുണ്ട്. അങ്ങനെ യോഗ്യന്മാരായ തർബിയത്തിന്റെ ഷെയ്ഖന്മാരുടെ മുമ്പിൽ പോയി ഇരിക്കാൻ അർഹരായ മുരീദന്മാർ, അവർക്കും യോഗ്യതകളുണ്ട്. ഏത് സാധാരണക്കാരനും ഓടിച്ചെന്ന് മുരീദാകാൻ പറ്റൂല. അപ്പോ യോഗ്യതയുള്ള മുരീദന്മാർക്ക് മാത്രമുള്ളതാണ് തർബിയത്തിന്റെ ഷെയ്ഖ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ തർബിയത്തിന്റെ ഷെയ്ഖ് ഇല്ലാതെ ഒരാൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും നരകത്തിലാണെന്ന് പറയേണ്ടി വരൂലേ? അതെന്ത് തരം വിഡ്ഢിത്തമാണ് പറയുന്നത്? അപ്പോ തർബിയത്തിന്റെ ഷെയ്ഖ് വേണം എന്ന് പറഞ്ഞത് സാലിക്കീങ്ങളായ ആളുകൾക്കാണ്. സാലിക്കി എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഓടിച്ചെന്ന് ഞാൻ സാലിക്കായി എന്ന് പറയാൻ പറ്റുന്നതല്ല. അതിന് ചില യോഗ്യതകളുണ്ട്. അതാണ് മഹാന്മാര് പറഞ്ഞു. അൽ മിഅ്യാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ഇബ്നു യഹ്യ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലദീ അറാഹു, ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന ഷെയ്ഖ ഫീ സുലൂകി ത്വരീഖി തസവ്വുഫി അലൽ ജുംലത്തി അംറുൻ ലാസിം, തസവ്വുഫിന്റെ ത്വരീഖിലേക്ക് കടക്കുന്ന സാലിക്കീങ്ങളായ ആളുകൾ, മുരീദന്മാരായ ആളുകൾ, അവർക്ക് എന്ത് വേണം? ഒരു ഷെയ്ഖ് വേണം, ഒരു തർബിയത്തിന്റെ ഷെയ്ഖ് വേണം. വഅ്തിമാദു ഷെയ്ഖിൽ മുറബ്ബി ഹുവ ത്വരീഖുൽ അഇമ്മത്തിൽ മുതഅഖിരീന മിനസ് സൂഫിയ, അങ്ങനെയുള്ള മുറബ്ബിയായ ഷെയ്ഖന്മാരെ പിന്തുടർന്ന് ആത്മീയതയുടെ ഉന്നതിയിലേക്ക് വരലാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്.
അപ്പൊ ഈ മുറബ്ബിയായ ഷെയ്ഖ് എന്നുള്ളത് ആർക്കാണ്? സാലിക്കീങ്ങളായ മുരീദന്മാരായ ആളുകൾക്കാണ്. ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, മുരീദന്മാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓടിച്ചെന്ന് കയറിയിരിക്കാൻ പറ്റുന്നതല്ല. മുറബ്ബിയായ ഷെയ്ഖിന് യോഗ്യതകൾ ഒരുപാടുണ്ട്. അങ്ങനെ യോഗ്യന്മാരായ മുറബ്ബിയായ ഷെയ്ഖന്മാരുടെ മുമ്പിൽ ചെന്നിരിക്കാൻ പറ്റുന്ന സാലിക്കുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന് ഒരുപാട് യോഗ്യതകളുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഉൽ ഹിക്മിൽ പറയുന്നു, എന്താണ്? ആരാണ് മുരീദ്? മുറബ്ബിയായ ഷെയ്ഖിന്റെ മുമ്പിൽ ചെന്നിരിക്കാൻ പറ്റുന്ന മുരീദ് ആരാണ്? ആ മുരീദിന് ചില യോഗ്യതകളുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫബിദായത്തുൽ ഉമൂർ അല്ലത്തി യജിബു അൻ യുറാഇയഹൽ മുരീദ്. ഒരു മുരീദിന് വേണ്ട അടിസ്ഥാന ക്വാളിഫിക്കേഷനുകളിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് വലാ ഇനാലിൽ മുരീദി ഫി ഹാദൽ ഖസ്മി അൻ തഹ്സീലി മാ യഹ്താജു അലൈഹി മിനൽ ഉലൂമി ശർഇയ്യത്തി അലാ മാ യൻബഗി. ഒരു മുരീദാകണമെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വലിയ അറിവുണ്ടായിരിക്കണം. ദീനുൽ ഇസ്ലാമിൽ അറിവുള്ള പണ്ഡിതനായിരിക്കണം. അല്ലാതെ സാധാരണക്കാരായ ആളുകൾ ഞങ്ങളിതാ ത്വരീഖത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് മുരീദാകുന്നു, സാലിക്കാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് കയറിയിരിക്കാൻ പറ്റുന്നതല്ല ഈ മുരീദിന്റെ പദവി എന്ന് പറയുന്നത്. നല്ല ക്വാളിഫിക്കേഷൻ വേണം. അതിൽപ്പെട്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നല്ല അറിവുള്ളവനായിരിക്കണം. ശരീഅത്തിൽ അറിവുള്ള പണ്ഡിതന്മാരായിരിക്കണം. ആ പണ്ഡിതന്മാരാണ് മുരീദായി വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, ആ മുരീദന്മാരുടെ യോഗ്യതകൾ തന്നെ മഹാന്മാര് ധാരാളം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വഅലൽ മുരീദി അൻ യജ്തഹിദ ഫീ കഫി ജവാരിഹി അനിൽ മആസി വൽ ആസാം. മുരീദാകുമ്പോൾ അദ്ദേഹത്തിന് അറിവുണ്ടായിരിക്കണം, നല്ല അവഗാഹമുള്ള പണ്ഡിതനായിരിക്കണം. അതിൻ്റെ പുറമേ ആ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. തെറ്റുകളിൽ നിന്ന് ശരീരത്തെ സൂക്ഷിക്കുന്നവനായിരിക്കണം. വലാ യുഹരികു ശൈഅൻ മിൻഹാ ഇല്ലാ ഫീ ത്വഅ. അവൻ്റെ അവയവങ്ങൾ അല്ലാഹുവിൻ്റെ ത്വഅത്തിലായി മാത്രം ചലിപ്പിക്കുന്നവനായിരിക്കണം. വലാ യഅമലു ബിഹാ ഇല്ലാ ശൈഅൻ യഊദു അലൈഹി നഫ്ഉഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ അവൻ്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകാൻ പാടുള്ളൂ. വൽ യുബാലിഅ ഫീ ഹിഫ്ളിൽ ലിസാനി ഫഇന്ന ജിർമഹു സഗീറുൻ വജിർമുഹു കബീറുൻ. പ്രത്യേകമായി അവൻ്റെ നാവിനെ സൂക്ഷിക്കണം. നാവ് എന്നത് ചെറിയ അവയവമാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ വലിയ ദുരന്തമാണ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഫല്യകുഫഹു അനിൽ കദിബി വൽ ഈബതി വസാഇരിൽ കലാമിൽ മഹ്ലൂർ. അവൻ്റെ നാവ് കൊണ്ട് കളവ് പറയരുത്, അനാവശ്യം പറയരുത്, അശ്ലീലം പറയരുത്, തെറി പറയരുത്, അങ്ങനെ മോശപ്പെട്ട ഒന്നും പറയാൻ പാടില്ല. അങ്ങനത്തെ ആളുകളാണ് ആര്? മുരീദാവാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഞാനിത് പറയുമ്പോൾ ചിന്തിക്കുന്നത്, ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാർക്കെതിരെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. കാരണം ഇവർ മഹാന്മാരായ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നു, CM വലിയുല്ലാഹി തങ്ങളെ പരിഹസിക്കുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ കിതാബ് എടുത്ത് മറിച്ച് വെച്ച് അതിനെ ദുർവ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചെറിയ ഖാദിമ എന്ന നിലക്ക് ആ ഇവരുടെ ദുർവ്യാഖ്യാനങ്ങളെ ഗണ്ണിച്ച് സംസാരിച്ചു. അപ്പോൾ ഇവരാകെ അങ്കരാപ്പിലായി. കിതാബുകൾ വെച്ചുള്ള നമ്മുടെ ഗണ്ണനത്തെ തൊടാൻ കഴിയാതെ വന്നപ്പോൾ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരുടെ മുരീദ് എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ അവരെന്നെ ഫോണിൽ വിളിക്കുകയാണ്. ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്, സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാരുടെ മുമ്പിൽ പറയാൻ കഴിയാത്ത അത്രയും വൃത്തികെട്ട തെറികളാണ് പറയുന്നത്. ഇന്നലെ കോഴിക്കോട്ടേക്കുള്ള യാത്ര എൻ്റെ 2-3 ഉസ്താദുമാരും കൂടെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോഴാണ് ഒരു മുരീദിൻ്റെ ഫോണ് വന്നത്. ഏത്? ഈ വ്യാജന്മാരുടെ മുരീദിൽപ്പെട്ട ഒരു മുരീദിൻ്റെ ഫോണ് വന്നു. സുബ്ഹാനല്ലാഹ്, പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഇങ്ങനെ പാച്ചത്തെറിയും ചീത്തയും വിളിച്ച് നടക്കുന്ന ഇവന്മാര് പേര് പറയുന്നത് മുരീദ്. എന്നാൽ അങ്ങനെ ഒരു മുരീദ് ഇസ്ലാമിലില്ല.
മുരീദാകാനുള്ള യോഗ്യത നല്ല അറിവുണ്ടായിരിക്കണം. അതിൻ്റെ പുറമെ ആ അറിവനുസരിച്ചുള്ള അമലുമുണ്ടായിരിക്കണം. അങ്ങനെയുള്ള മുരീദന്മാരായ ആളുകൾ അവർക്കാണ് മുറബ്ബിയായ ഷെയ്ഖ് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വ്യാജന്മാരായ ആളുകളുടെ ഒരു വാദത്തെയാണ് ഒളവട്ടൂർ ഉസ്താദ് അവിടെ ഗണ്ണിച്ചത്. അത് ശരിയല്ല എന്ന് പറഞ്ഞത്. കാരണം ഇവർ പറയുന്നത് പോലെ ത്വരീഖത്തിലേക്ക് പ്രവേശിച്ച മുരീദന്മാരെ തർബീത്ത് ചെയ്യുന്ന മുറബ്ബിയായ ഷെയ്ഖ്, ആ ഷെയ്ഖ് ഇല്ലാത്തവരൊക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും നരകത്തിലാണെന്ന് പറയേണ്ടി വരൂലേ? നമ്മുടെ ഉസ്താദുമാര് ആ ഉസ്താദുമാരുടെ റൂട്ടിൽ പോയി, ആ റൂട്ടിലൂടെ പോയി, അങ്ങനെ പോയാൽ അവർക്ക് സ്വർഗത്തിലെത്തും. അതാണ് യഥാർത്ഥ വിശ്വാസം. എന്നാൽ ഇത് പൊളിച്ചിട്ട് വേണം ഇവർക്ക് ദീനിനെ പൊളിക്കാൻ. അത് പൊളിച്ചാലേ അവരുടെ വ്യാജ ത്വരീഖത്ത് അവർക്ക് നടപ്പിലാക്കാൻ കഴിയൂ. എന്നാലേ അവർക്ക് ആത്മീയ കച്ചവടം നടത്താൻ കഴിയൂ. എന്നാലേ അവർക്ക് ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയൂ. എങ്കിലേ അവർക്ക് ജനങ്ങളുടെ പണം അനർഹമായി അവർക്ക് സമ്പാദിക്കാൻ പറ്റും. അതിനുള്ള തട്ടിപ്പുകളാണ് ഈ മൗലവിമാരും വ്യാജന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ വാദം എത്രമാത്രം നിരർത്ഥകമാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ യൂസുഫ് അൽ ഫാസി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ തൻ്റെ ഷെയ്ഖായ അബുൽ അബ്ബാസ് അൽ ഹളറമി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു. ശറഹുർ റഅയ്യയിൽ കാണാം, എന്താണ് പറയുന്നത്? ഇർതഫഅത്തി തർബിയത്തു ബിൽ ഇസ്തിലാഹി ഫീ സനതി 24 യഅനി വ800 ഹിജ്റ 824 സാങ്കേതികമായ തർബിയത്ത് ഉയർന്നുപോയി എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അത് മുസ്തഹൽ ഖാരിഫുൽ ജാനി എന്ന കിതാബിലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അശ്ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹിം പറയുന്നുണ്ട്. അന്ന ഉലമാ അസ്സൂഫിയ്യ നസൂ, സൂഫിയാക്കളായ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായി പറഞ്ഞതാണ്. എന്ത്? അലൻഖിതാഇ തർബിയത്തി ഫിൽ ഖർനി 9-ാം നൂറ്റാണ്ട് മുതൽ തർബിയത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞതിന് വ്യാഖ്യാനങ്ങളുണ്ട്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അതിന് പ്രധാനമായും 2 വ്യാഖ്യാനമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഷബ്രാവി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഹാമിഷ് ശറഹു ഉദ്ദിസ്സഹർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഒന്നാമത്തെ അതിൻ്റെ വ്യാഖ്യാനം വഅമ്മാ മാ നുഖില അൻ സയ്യിദി അഹ്മദ് അസ്സറൂഖ്, ഇമാം അഹ്മദ് അസ്സറൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത് അന്ന തർബിയത ഇൻഖതഅത് മിൻ അസ്രി 900 9-ാം നൂറ്റാണ്ട് മുതൽ ഈ തർബിയത്ത് മുറിഞ്ഞുപോയി എന്ന് ഷെയ്ഖ് അഹ്മദ് അസ്സറൂഖ് തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ലഅല്ലഹു അൻ സബത അൻഹു ദാലിക അറാദ തർബിയത തമ്മ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത് താമായ തർബിയത്താണ്, പൂർണ്ണാർത്ഥത്തിലുള്ള തർബിയത്ത് മുറിഞ്ഞു എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം. എന്നാൽ അതിന് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ ആ 2ാമത്തെ വ്യാഖ്യാനം പറഞ്ഞു. എന്താണ് ആ 2ാമത്തെ വ്യാഖ്യാനം? അത് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളീയ പണ്ഡിതന്മാരിൽ വലിയ തലയെടുപ്പുള്ള 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ അവഗാഹം നേടിയ ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ഷാലിയാത്തി ബഹുമാനപ്പെട്ടവര് അവിടുത്തെ ഫത്താവൽ അസ്ഹരിയ എന്ന ഗ്രന്ഥത്തിൽ ആ 2ാമത്തെ വ്യാഖ്യാനം വിശദീകരിക്കുന്നുണ്ട്. യഅലം അന്ന ഇർതിഫാഅ അത്തർബിയത്തി ലൈസ ലിഅദമി ശയൂഖിൽ മുറബ്ബീന, മുറബ്ബിയായ മശായിഖന്മാർ ഇല്ലാത്തത് കൊണ്ടല്ല തർബിയത്ത് മുറിഞ്ഞു എന്ന് പറഞ്ഞത്. പിന്നെയോ ബൽ ലിതസ്തുരിഹിം വതർക്കിഹിം തർബിയ, പക്ഷേ തർബിയത്തിന്റെ മശായിഖന്മാർ മറഞ്ഞിരിക്കും, ജനങ്ങളുടെ മുമ്പിലേക്ക് അവർ പ്രത്യക്ഷപ്പെടൂല. അവര് വതർക്കിഹിം അത്തർബിയ, അവർ തർബിയത്തിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. എന്താ കാരണം? ലിമാ റഔ, അവർ കണ്ടു കസറത്തുൽ മുതശായിഖീനൽ കാദിബീന ഹത്തൽ തബസത്തിൽ ഉമൂറു വതആ അഹ്ലുസ് സമാനി ബിതസ്ദീദിസ് സമാനിൻ നകീരിൽ മൻകൂർ ഹത്താ അമ്മ വതജാവസ ഇല സ്വാദിഖിൽ മബ്റൂർ ഫസ്തഅലു ബിഖാസത്തി അൻഫുസിഹിം വഅമദു അൻ-നദറ അൻ വറാഇഹിം ഇല്ലാ മൻ ഖസ്സഹു അല്ലാഹു ബിലുത്ഫിഹി. എന്താ പറഞ്ഞത്? ആ മഹാന്മാർ തർബിയത്തിൻ്റെ മശായിഖന്മാരുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ,
അഥവാ 9-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരെ പോലെ ഒരുപാട് വ്യാജ ത്വരീഖത്തിന്റെ കക്ഷികൾ, കള്ളന്മാര് വന്നു. അങ്ങനെ ജനങ്ങളെ അവർ വഴിപിഴപ്പിക്കാനും അവര് തർബിയത്തിന്റെ ശൈഖന്മാരാണ് എന്ന് വാദിച്ചുകൊണ്ട് ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിലുള്ള തർബിയത്തിന്റെ മശായിഖന്മാരും മറഞ്ഞു നിന്നു. കാരണം അവരും കൂടെ രംഗപ്രവേശനം ചെയ്ത് തർബിയത്ത് ചെയ്താൽ അപ്പേരും പറഞ്ഞ് ഈ വ്യാജന്മാര് അവരുടെ വ്യാജ ത്വരീഖത്ത് ചെലവാക്കാൻ ശ്രമിക്കും. അപ്പൊ ജനങ്ങൾക്ക് ഇൽത്തിബാസായി പോകും എന്നതുകൊണ്ട് അവർ മറഞ്ഞതാണ്. ഹത്താ ലൗ വജദ്തഹും വഅസ്റർത അലൈഹിം വതലബ്തൽ ബൈഅത മിൻഹും ലാ യുബായിഊന ഇല്ലാ ബൈഅത തബറുകി വത്തൗബ. നിനക്ക് ഒരുപക്ഷെ അവരെ കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ, അവരോട് ബൈഅത്ത് ചോദിച്ചാൽ തന്നെ അവർ നിനക്ക് തർബിയത്തിന്റെ ബൈഅത്ത് തരുന്നില്ല. പിന്നെയോ അവർ തബറുക്കന്റെ ബൈഅത്ത് മാത്രമാക്കി ചുരുക്കും. അതുപോലെ ചില ദിക്റുകൾ പറഞ്ഞു തരും. അങ്ങനെ ആ ഒരു രൂപത്തിൽ അവർ മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് മഹാന്മാര് അങ്ങനെ പറഞ്ഞത്, അഥവാ തർബിയത്ത് മുറിഞ്ഞു എന്ന് പറഞ്ഞത്. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ഷെയ്ഖായ അബ്ദുൽ അസീസ് ദബ്ബാഗ് ബഹുമാനപ്പെട്ടവരെ നഖൽ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ثم بقي الأمر على هذا مدة إلى أن اختلط الحق بالباطل والنور بالظلام فصار أهل الباطل يربون من يأتيهم بإدخال الخلوة وتلقين الأسماء على نية فاسدة وعرض مخالف للحق. മഹാന്മാരായ തർബിയത്തിന്റെ മശായിഖന്മാർ അവർ ജനങ്ങളെ തർബിയത്ത് ചെയ്തു, മുരീദന്മാരെ തർബിയത്ത് ചെയ്തു, ഉന്നത പദവിയിലെത്തി. പക്ഷേ പിൽക്കാലത്ത് ചില കള്ളന്മാരും വ്യാജന്മാരും വന്നപ്പോൾ അവര് മറഞ്ഞു നിന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ബഹറുൽ അവിടുത്തെ കിതാബുൽ ഇബ്രീസിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുറബ്ബിയായ ശൈഖന്മാര് ഇക്കാലഘട്ടത്തിൽ ഉണ്ടാകാം, എല്ലാ കാലത്തും അവരുണ്ടാകും. പക്ഷേ അവർ ജനങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടൂല, അവരെ കണ്ടെത്താൻ കഴിയൂല. അതുകൊണ്ടാണ് ഷെയ്ഖുന കാന്തപുര ഉസ്താദിന്റെ ഈ മൗലവി, ഈ കുരുവട്ടൂരിയൻ നൗഷാദ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലിപ്പിട്ടു. അതേ ക്ലിപ്പിന്റെ അവസാനം തന്നെ എന്തുണ്ട്, നമുക്ക് തർബിയത്തിന്റെ ശൈഖന്മാരെ എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് ഉസ്താദ് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാനുള്ള കാരണം ഇതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ തർബിയത്തിന്റെ മശായിഖന്മാർ മറഞ്ഞിരിക്കും, അവരെക്കുറിച്ച് ആർക്കും അറിയൂല. ആത്മീയതയിലേക്ക് അത്രയും ഉയർന്ന ആളുകൾ അവരെ കണ്ടെത്തിയാൽ തന്നെ അവർ തർബിയത്ത് കൊടുക്കാതെ അവർ തബറുക്കിന്റെ ബൈഅത്ത് മാത്രമാക്കി ചുരുക്കും. അപ്പോ തർബിയത്തിന്റെ ശൈഖില്ലാത്തവരൊക്കെ നരകത്തിലാണ് എന്ന് ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരുടെയും മറ്റു വ്യാജന്മാരുടെയൊക്കെ വാദം അത് ശരിയല്ല. അത് യഥാർത്ഥത്തിൽ ത്വരീഖത്ത് എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ പണ്ഡിതന്മാർ വിശദമായി സംസാരിക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയാത്ത ഈ വിഡ്ഢികൾ നമ്മുടെ ഉലമാഇനെ ചീത്ത പറയുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ ഉസ്താദ് അതേ വേദിയിൽ തന്നെ സംസാരിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നു, രണ്ടും വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞു പറയാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. തസവുഫ് പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതാണോ? അല്ല. വ്യവസായികൾക്ക് തസവുഫുണ്ട്, കൃഷിക്കാർക്ക് തസവുഫുണ്ട്, കച്ചവടക്കാർക്ക് തസവുഫുണ്ട്, കൈത്തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് തസവുഫുണ്ട്. അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെതും എണ്ണി പറയുന്നുണ്ട് ഇമാം അഹ്മദ് സറൂഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഖവായിദു തസവുഫ് എന്ന. അതാണ്. അപ്പം അതിലൊരു കാര്യം മനസ്സിലായി, എല്ലാവർക്കും എന്തുണ്ട്? തസവുഫ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ആൾ പറഞ്ഞത് എന്താ? അത് അങ്ങേ അറ്റ എത്തിയവർക്ക് ഗൈഡിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. തസവുഫ് എന്ന് പറയുന്ന വസ്തുവാണെങ്കിലോ ഷെയ്ഖില്ലാതെ കിട്ടൂല. അത് ബുക്കിൽ നിന്ന് വായിച്ച് പഠിക്കാൻ പറ്റിയ സംഭവമല്ല. താങ്കൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ജാഹിലേ. നമ്മുടെ രണ്ട് ഉലമാക്കൾ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട വളവട്ടൂർ ഉസ്താദ് സാലിക്കീങ്ങൾക്ക് മാത്രമാണ് തർബിയത്തിന്റെ ഷെയ്ഖ് വേണമെന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു.
എന്നാൽ ബഹുമാനപ്പെട്ട തൃക്കരിപ്പൂർ ഉസ്താദ് പറഞ്ഞതോ എല്ലാ ആളുകൾക്കും തസവുഫ് വേണം, കർഷകന് വേണം, അതുപോലെ കച്ചവടക്കാരന് വേണം, എല്ലാവർക്കും വേണം. അപ്പോൾ അവരെ നയിക്കുന്ന ഒരു ഷെയ്ഖ് വേണം എന്ന് പറഞ്ഞത് തെർബിയത്തിന്റെ ഷെയ്ഖ് വേണമെന്നല്ല അവിടെ പറഞ്ഞത്. തെർബിയത്തിന്റെ ഷെയ്ഖ് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല, അത് മുരീദന്മാർക്കുള്ളതാണ്. മുരീദന്മാരുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സാധാരണക്കാർക്കുള്ളത് തബറുക്കിന്റെ ഷെയ്ഖാണ്. അതുപോലെ അവർക്ക് ഷെയ്ഖു തഅലീമാണ് അവിടെ വേണമെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള തഅലീമിന്റെ ഷെയ്ഖും തബറുക്കിന്റെ ഷെയ്ഖും ഉണ്ടായാലേ അവരെ ആത്മീയതയിലേക്ക് നയിക്കാൻ പറ്റൂ. അത് തന്നെയാണ് നമ്മുടെ വളവട്ടൂർ ഉസ്താദും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ താങ്കൾക്ക് ഷെയ്ഖ് എന്ന ഒരു പ്രയോഗം, തസവുഫ് എന്ന ഒരു പ്രയോഗം, അത് ഏതെല്ലാം അർത്ഥത്തിൽ ഉപയോഗിക്കും എന്നതിനെക്കുറിച്ച് ധാരണയില്ല, താങ്കൾ പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള വിവരക്കേടാണ് താങ്കൾ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മഹാന്മാരെക്കുറിച്ചും തസവുഫിനെക്കുറിച്ചും താങ്കൾ പഠിക്കാത്തത് കൊണ്ടാണ്, നമ്മുടെ അഖീദയെക്കുറിച്ചും പഠിക്കാത്തത് കൊണ്ടാണ് ഈ വിവരക്കേടുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജഹാലത്ത് തന്നെയാണ് അവിടെ വരുന്ന സാധാരണക്കാർ കേൾക്കുന്നത്. അതുകൊണ്ട് തസവുഫ് എന്താണ് എന്നത് കൃത്യമായി അറിയാത്ത ജാഹിലീകളായ താങ്കളും താങ്കളുടെ ആ വ്യാജ ഷെയ്ഖും അവർ തർബിയത്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പറ്റിച്ച് ജനങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ താങ്കളെപ്പോലുള്ള വ്യാജന്മാർ ഉപയോഗപ്പെടുത്തുന്നത് സൂഫിയാക്കളായ മഹാന്മാരുടെ പദങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് താങ്കളെപ്പോലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാന്മാർ എന്താണ് വിശദീകരിച്ചത് എന്നത് വളരെ കൃത്യമായിട്ട് തസവുഫിൻ്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കളെപ്പോലുള്ള ആളുകൾ വിശ്വാസത്തിൽ വലിയ അപകടം സംഭവിച്ചവരാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. മഹാന്മാർക്ക് കഴിവ് കൊടുത്താൽ പിന്നെ അല്ലാഹു തആലാക്ക് റോളില്ല എന്ന് പറയുന്ന മൊബൈൽ വാദം, മുഅ്തസിലിയാക്കളുടെ വാദം, മഹാന്മാരുടെ കഴിവ് ഹഖീഖത്തിൻ കഴിവാണെന്ന് പറയുന്ന വാദം, ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും പിഴച്ച കക്ഷികളാണ് നിങ്ങൾ. ഇനി അതിൻ്റെ പുറമെ ഒന്നുകൂടി കേൾക്കൂ. എന്താ വൈരിയത്ത്? വൈർ അല്ല. വൈർ പറഞ്ഞാൽ അള്ളാഹ് കുത്തുബ് രണ്ടുള്ളൂ. അപ്പൊ അള്ളാഹ് എന്നത് കുത്തുബിന്റെ വൈർ അല്ല, കുത്തുബ് എന്ന് അള്ളാഹിന്റെ വൈറുമല്ല. വൈരിയത്ത് അതല്ലാത്തതാവുക എന്നത് നീങ്ങി. ഇത് കുറ്റ്യാടിക്കാരൻ കേട്ടാൽ എന്താവും? അയാളിപ്പോ ഇങ്ങനെ വാസിലായി ഉസൂലായി നടക്കല്ലേ? സൂഫിയാക്കൾക്ക് അതിൻ്റെതായ അർത്ഥമുണ്ട്. ആദ്യം വല്ല ഒന്നായി ഒന്നും ഒരു പറയില്ല. കണ്ടില്ലേ? അപ്പൊ എത്ര വലിയ കുഫറല്ലേ പറഞ്ഞത്? മഹാന്മാരായ കുത്തുബുകൾ അവർ അള്ളാഹുവിന്റെ വൈറല്ല, അള്ളാഹുവിന്റെ വൈറല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അള്ളാഹ് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, എൻ്റെ ഈ വാച്ച് ഈ മൈക്കിന്റെ വൈറല്ല, അപ്പൊ മൈക്കല്ലാത്തതല്ല വാച്ച് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാണെന്നല്ലേ അതിന്റെ അർത്ഥം പറയേണ്ടത്. അപ്പൊ അള്ളാഹുവും കുത്തുബും ഒന്നാണ് എന്ന ഏറ്റവും പിഴച്ച വാദമാണ് താങ്കൾക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള പിഴച്ച കക്ഷികളാണ് നിങ്ങൾ. ഇസ്ലാമിക വിശ്വാസത്തിൽ വലിയ പിഴവ് സംഭവിച്ചവരാണ് നിങ്ങൾ. ഞങ്ങളുടെ മുമ്പിൽ ഗണ്ണനത്തിൽ കുടുങ്ങിയ മൗലവി ഇതുപോലുള്ള ഒരുപാട് പൊട്ടത്തരങ്ങൾ പറഞ്ഞു. അങ്ങനെ അവസാനം ഈ മൗലവി പലതിൽ നിന്നും ഒളിച്ചോടി. അങ്ങനെ നേരത്തെ വെല്ലുവിളിച്ചവർ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇന്തഹ ഇല്ലാത്ത കോപ്പി ഹാജരാക്ക്, അപ്പൊ അടുത്ത കോപ്പി ഞാനും ഹാജരാക്കും. കണ്ടോ, നസീഹത്തുൽ ലബീബ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ നമ്മെ വെല്ലുവിളിച്ചതാണ്. ഇപ്പം മൗലവി തൊടുന്നു പോലുമില്ല. ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ചു. നമ്മളത് പിടികൂടിയപ്പോൾ മൗലവി ഒളിച്ചോടുകയാണ്. അങ്ങനെ നമ്മുടെ ഉലമാഇന്റെ പ്രഭാഷണം മുഴുവനും എടുത്ത് അതിൽ നിന്നും തെരഞ്ഞു പിടിച്ച് ജനങ്ങളെ വഞ്ചിക്കുവാൻ, തെറ്റിദ്ധരിപ്പിക്കുവാൻ എന്തുണ്ട് വഴി എന്ന് നോക്കി നടക്കുന്ന മഹാവ്യാജന്മാരും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനക്കാരും കള്ളന്മാരുമാണ് ഈ മൗലവിമാരെന്ന് മനസ്സിലാക്കണം. അല്ലാഹു തആല ഇത്തരക്കാരുടെ ഷർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.